ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ചിക്കനിൽ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മളും ഒരുപാട് ചിക്കനിൽ വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നാട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അത് നിങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാട്ടോ, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ ചിക്കനിലൊക്കെ ആ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കേട്ടോ, ചുരുങ്ങിയ സമയം ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് അടി കട്ടിയുള്ള ഒരു പാനോ കടായോ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. കുറച്ച് സ്പൈസസ് കേട്ടോ, ഏലക്കായ, ഗ്രാമ്പു, പട്ട ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു സവാള കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ്. ചെറിയ സവാളയ്ക്കാണെങ്കിൽ 2 എണ്ണം സ്ലൈസ് ചെയ്ത് ചേർക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ അല്പം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ അളവൊക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സവാളയെ കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി കേട്ടോ, ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി, അതും നല്ല പഴുത്തൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടണം, അതായത് ഈ കാണുന്ന രീതിയിൽ കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ മാറി പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ കാണുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ടോട്ടൽ ഒരു 20 മിനിറ്റോളം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു മസാല ഈ ചിക്കനുമായിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് ഈ രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചിക്കൻ തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് ഇട്ട് കൊടുക്കുക, മൂടി വെക്കുക, ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളിത് ഒരു 20 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനിലേക്കാണ് കേട്ടോ. അതുപോലെ ഒരു 2 പച്ചമുളക് നടുക്കീറിയതും 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് തുടർച്ചയായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി തേങ്ങയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് ആ ചിക്കനിലൊക്കെ പിടിച്ച് ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരാനുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയാം അത് കഴിക്കാൻ. അപ്പോൾ 5-6 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മളൊരു 5-6 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു മണമാണ് വരുന്നതെന്നറിയോ, അടിപൊളിയാണ് കേട്ടോ. ഇത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാണ്ടല്ലോ, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചെയ്തവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒരു പിടുത്തം കൊണ്ട് പിടിക്കണം. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് ചോറിനൊപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഭവത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നമുക്കിത് ചിക്കൻ കൊക്കനട്ട് ഫ്രൈന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്കിടാം കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കുകയാണ്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ വെച്ച ആ പാത്രത്തിൽ അല്പം ചോറൊക്കെ ഇട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാം കേട്ടോ. ആ ഒരു മസാല കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ
സകല കൺട്രോളും പോയിപ്പോൾ. എന്ത് രസമാണെന്നറിയോ. അപ്പം നല്ല ചൂട് ചോറിനൊപ്പമാണ് ഞാൻ കഴിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.